عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീക്ക് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് യദ്ദാഉ വദ്ദവ എന്ന ഗ്രന്ഥം. അതിൻ്റെ ചോദ്യത്തിൻ്റെ മർമ്മത്തിനുള്ള പ്രധാനപ്പെട്ട ഉത്തരമാണ് ഷേഖ് അവറുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ പ്രധാനമായ ഭാഗമാണെന്ന് പറയാൻ കാരണം, ഈ ചോദ്യകർത്താവ് അകപ്പെട്ടിരിക്കുന്ന തിന്മ സ്ത്രീകളുമായി ബന്ധപ്പെട്ട, അതല്ലെങ്കിൽ സ്വവർഗരതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതോ ഒരു തിന്മയിലാണ് അദ്ദേഹം കുടുങ്ങിയിരിക്കുന്നത് എന്നത് ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ മറുപടിയിലൂടെ വ്യക്തമാകുന്നുണ്ട് എന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. കാരണം സൂറത്തുകളോടുള്ള ഇഷ്ക്, അതായത് നിഷിദ്ധമായ കാര്യങ്ങൾ നോക്കുക, അതുപോലുള്ള കാര്യങ്ങളിൽ ഫിത്തനയിലാകപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അതിനുള്ള മറുപടി നൽകുകയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറുപടിയാണ് പറയുന്നത്. അവിടെ ഷേഖ് അവറുകൾ, ഇമാം അവറുകൾ പറഞ്ഞു വച്ച രണ്ട് കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ രണ്ട് വിഭാഗങ്ങളെയാണ് പരാമർശിച്ചിരിക്കുന്നത്. ഒരു വിഭാഗം സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിൽ സംഭവിച്ചതാണ്. മറ്റൊന്ന് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സംഭവവുമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതിൽ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യമായി ഇവിടെ മുസന്നിഫ് റഹിമഹുല്ല വിശദീകരിക്കുന്നത്. ഇമാം അവറുകൾ പറയുന്നു, യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹം ഇങ്ങനെ ഒരു പരീക്ഷണം നേരിട്ട സമയത്ത് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അവസ്ഥകളെ വിവരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്ഷമ, തഖ്വ, ചാരിത്ര്യബോധം, ഇതിലെല്ലാം അദ്ദേഹത്തിന് എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ചാണ് വിവരിക്കുന്നത്. സാധാരണ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ നൽകിയിരിക്കുന്ന ഒരാൾക്കല്ലാതെ ക്ഷമിക്കാൻ സാധിക്കാത്തതായ ഒരവസ്ഥയിലാണ് എത്തിയത്. ഇങ്ങനെയുള്ള ഫിത്നകളിൽ അകപ്പെടാൻ സാധാരണ രീതിയിലുള്ള കാരണം, ഒന്ന് അതിലേക്ക് ആളുകളെ എത്തിക്കുന്നതായ പ്രേരക ഘടകങ്ങളാണ്. അതേപോലെ തന്നെ അതിൽ നിന്ന് ഒരാളെ തടയുന്നതായ തടസ്സങ്ങൾ നീക്കം ചെയ്യലാണ്. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ
ഈ തിന്മയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിക്കാൻ പാകത്തിനുള്ള ധാരാളം പ്രേരകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. ആ പ്രേരകങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നാണ് ഇമാം അവർ ആദ്യമായി വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ ഫിത്ന വളരെ വലിയ ഫിത്നയാണ്. ഈ ഉമ്മത്തിൻ്റെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോകുന്ന ഫിത്നകളിൽ വളരെ ഗുരുതരമായ ഫിത്നയാണ് സ്ത്രീകളുടെ ഫിത്ന എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത്തഖുദ്ദുനിയാ വത്തഖുന്നിസാ, ദുനിയാവിൻ്റെ ആർഭാടങ്ങൾ നിങ്ങൾ പേടിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളുടെ ഫിത്നയെയും. ഫഇന്ന അവ്വല ഫിത്നത്തി ബനി ഇസ്രായീൽ കാനത്ത് ഫിന്നിസാ, ബനു ഇസ്രായീലുകൾ ആകപ്പെട്ട ഫിത്നകളിൽ അവർക്ക് ഒന്നാമതായിട്ട് നേരിട്ടതാണ് സ്ത്രീകളുടെ ഫിത്നയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പോൾ ഈ വിഷയത്തിൽ യൂസുഫ് അലൈഹിസ്സലാം നേരിട്ട ഫിത്നകളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം അഹദുഹ മാ റക്കബഹുല്ലാഹു സുബ്ഹാനഹു ഫീ ത്വബ്ഇർ റജുലി, ഒരു പുരുഷന്റെ പ്രകൃതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന, സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒന്നുണ്ട്, അവനിൽ അത് അടങ്ങിയിരിക്കുന്നതാണ്. എന്താണത്? മിൻ മൈലിഹി ഇലൽ മർഅ, സ്ത്രീയോട് സ്വാഭാവികമായും പുരുഷൻ എന്തുണ്ടാകും, ഒരു ചായ്വ് ഉണ്ടാകും. ഇത് അല്ലാഹു പുരുഷനിൽ നിക്ഷേപിച്ചിരിക്കുന്നതായ അവന്റെ പ്രകൃതമാണ്. ഏതുപോലെ കമാ യമീലുൽ ആതുഷാനു ഇലൽ മാ, നല്ല ദാഹമുള്ള അയാൾക്ക് വെള്ളം കണ്ടാൽ അതിലേക്ക് നിന്നുണ്ടാവും ഒരു ചായ്വ് കാണും, അത് കുടിക്കാൻ അവന് പ്രേരിപ്പിക്കും. അതേപോലെ വൽ ജാഇഉ ഇല ത്വആം, നല്ല വിശപ്പുള്ള അയാൾക്ക് ഭക്ഷണം കണ്ടാൽ സ്വാഭാവികം കിട്ടുന്നുണ്ടാവും, അതിലേക്കൊരു ചായ്വുണ്ടാവും. എന്നതുപോലെ പുരുഷന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോട് ഒരു ചായ്വ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അവന്റെ പ്രകൃതമാണ്. ഉലമാക്കൾ പറയുന്നത് കാണാം, ഏതൊരു പുരുഷന് ഇതില്ലയോ അവനെന്തെങ്കിലും രോഗമുണ്ടാവും. ഇത് മനുഷ്യപ്രകൃതമാണ്, പുരുഷന്റെ മനസ്സിലുള്ള അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന ഒരു പ്രകൃതമാണത്. എന്നിട്ട് ഇമാമുകൾ പറയാണ്, ഹത്താ ഇന്ന കസീറൻ മിനൻ നാസി യസ്ബിറു അനി ത്വആമി വശറാബ്, ഏതുവരെ എന്നാൽ ധാരാളം ആളുകൾക്ക് ഭക്ഷണം ലഭിച്ചില്ലെങ്കിലും ക്ഷമിക്കാൻ സാധിക്കും, വെള്ളം കുടിക്കാതെ ധാരാളം പിടിച്ച് ക്ഷമിച്ചു നിൽക്കാൻ സാധിക്കും. എന്നാൽ വലാ യസ്ബിറു അൻ നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ ധാരാളം ആളുകൾക്ക് ക്ഷമിക്കാൻ എന്തില്ല, സാധിക്കുകയില്ല. അപ്പോ വെള്ളത്തിലേക്കും ഭക്ഷണത്തിലേക്കും ഒരു മനുഷ്യന്റെ ചായ്വിനേക്കാൾ ഏറെയാണെന്ത്, സ്ത്രീകളിലേക്ക് ഒരു മനുഷ്യന്റെ ചായ്വ്. വഹാദാ ലാ യുദമ്മു, എന്നിട്ട് ഇമാമുകൾ പറയാണ്, ഇത് ആക്ഷേപാർഹമായ ഒരു കാര്യമല്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളിലേക്ക് അവനൊരു ചായ്വ് ഉണ്ടാവുക എന്നത് എന്തല്ല, ആക്ഷേപിക്കപ്പെടേണ്ട, കുറ്റം പറയേണ്ട ഒരു കാര്യമല്ല. എപ്പോൾ ഇദാ സ്വാദഫ ഹലാലൻ, അത് ഹലാലായ മാർഗത്തിലാണ് എങ്കിൽ എന്താണ്, അത് ആക്ഷേപാർഹമല്ല. എന്നല്ല ബൽ യുഹ്മദ്, അത് പ്രശംസനീയവുമാണ്. ഒരാൾ സ്ത്രീയിലേക്ക് അവനക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ അത് ഹലാലായ മാർഗത്തിലൂടെയാണ് അവൻ ആ ഇഷ്ടം ചായ്വ് കാണിക്കുന്നത് എങ്കിൽ അത് പ്രശംസനീയമായ കാര്യമാണ്. കമാ ഫീ കിതാബി സുഹ്ദി ലിൽ ഇമാമി അഹ്മദ് മിൻ ഹദീസ് യൂസുഫ ഇബ്നു അത്തിയ്യത്ത് അസ്ഫാരി അൻ സാബിത്ത് അൽ ബുനാനി അൻ അനസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചതായി ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സുഹ്ദിൽ എന്ന കിതാബ് സുഹ്ദിൽ പറയുന്നത് പോലെ എന്താണ്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുൻ നിസാഉ വതീബ്, ദുനിയാവിന്റെ കാര്യങ്ങളിൽ, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ സ്ത്രീകളോടും അതേപോലെ തന്നെ സുഗന്ധത്തോടും എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിയങ്കരമാക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമാണ്, എൻ്റെ ഭാര്യമാരെ എനിക്കിഷ്ടമാണ്. അതേപോലെ തന്നെ എന്താണ്, സുഗന്ധവും എനിക്കിഷ്ടമാണ്. അപ്പൊ ഭാര്യമാരെ സ്നേഹിക്കുക എന്നുള്ളത്, അതല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ത്രീകളെ വിവാഹം കഴിക്കാനുള്ളതായ ആഗ്രഹം ഉണ്ടാവുക എന്നത് അത് പ്രകൃതമായ കാര്യമാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അസ്ബിറു അനി ത്വആമി വശറാബി വലാ അസ്ബിറു അൻഹുൻ, എന്നാൽ വെള്ളവും ഭക്ഷണവും കിട്ടിയില്ലെങ്കിലും എനിക്ക് ക്ഷമിക്കാൻ സാധിക്കും. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ അവരോട് എനിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യമാരുടെ കാര്യത്തിൽ എനിക്ക് അവരോട് അങ്ങേയറ്റം സ്നേഹമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ ഇത് പ്രശംസനീയമായ കാര്യം തന്നെയാണ്. ഹലാലായ മാർഗത്തിൽ സ്ത്രീകളോട് ഒരു ചായ്വ് ഉണ്ടാവുക, അവരെ സ്നേഹിക്കുക എന്നുള്ളത് എന്താണ്, അനുവദനീയമായ കാര്യമാണ്. അപ്പൊ ഇത് യൂസുഫ് അലൈഹിസ്സലാമിന്റെ കാര്യത്തിലുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം ഒരു പുരുഷനാണ്.
അപ്പോൾ സ്വാഭാവികമായും എന്തുണ്ടാകും? സ്ത്രീകളോടുള്ള ഒരു ചായ്വ് പുരുഷന്റെ മനസ്സിലുണ്ടാകും. ഇത് എന്താണ്? പ്രകൃതമാണ്. ഇതാണ് ഒരു തിന്മയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു ഘടകം. അതാണ്. രണ്ടാമത്തേത് അസ്സാനി, രണ്ടാമത്തേത് അന്ന യൂസുഫ് അലൈഹിസ്സലാം കാന ഷാബ്ബൻ. യൂസുഫ് അലൈഹിസ്സലാം ഈ ഫിത്നയിൽ അകപ്പെടുമ്പോൾ ഷാബ്ബാണ്, ഒരു യുവാവാണ്. വലിയ പക്വതയേറിയ പ്രായത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. വളരെ ചെറുപ്പമാണ് യൂസുഫ് അലൈഹിസ്സലാമിന്. വശഹ്വത്തു ശബാബി വഹിദ്ദതുഹു അഖ്വ. ഒരു യുവാവിന്റെ വികാരം, അതിന്റെ മൂർച്ച അതെന്തായിരിക്കും? നല്ല ശക്തമായിരിക്കും. മുതിർന്ന ആളുകളെക്കാൾ ഒരു യുവാവിന് ഇതുപോലുള്ള കാര്യങ്ങളിൽ എന്തുണ്ടാകും? ശക്തമായ മോഹങ്ങൾ ഉണ്ടാകാം. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം ഒരു യുവാവാണ് എന്നുള്ളതും ഈ ഫിത്നയുടെ എന്ത് ചെയ്യുന്നുണ്ട്? അപകടം വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടുതൽ തിന്മയിലേക്ക് ക്ഷണിക്കാനുള്ള പ്രേരകമാണത്. എന്നിട്ട് യൂസുഫ് അലൈഹിസ്സലാം ഇതിനെ രക്ഷപ്പെടുകയാണ്. അത് എന്തുകൊണ്ട് രക്ഷപ്പെട്ടു, എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നം. മൂന്നാമത്തേത് അസാലിസ്, മൂന്നാമത്തെ പ്രേരകം അന്നഹു കാന അസബ. യൂസുഫ് അലൈഹിസ്സലാം വിവാഹിതനല്ല. ലൈസ ലഹു സൗജത്തുൻ വലാ സുർരിയത്തുൻ തക്സിറു ഷിദ്ദത ശഹ്വ. യൂസുഫ് അലൈഹിസ്സലാമിന് ഒരു ഭാര്യയില്ല, അല്ലെങ്കിൽ ഒരു അടിമ സ്ത്രീയില്ല. എന്തിനു വേണ്ടിയിട്ട്? തൻ്റെ ഈ വികാരത്തെ ശമിപ്പിക്കാൻ പാകമാകുന്ന ഒരു ഭാര്യ കൂടെ ഇല്ല, അതല്ലെങ്കിൽ ഒരു അടിമയില്ല കൂടെ. അങ്ങനെ ഒരു അടിമയായ അവസ്ഥയാണ് യൂസുഫ് അലൈഹിസ്സലാം ഈ ഫിത്നയിൽ അകപ്പെടുമ്പോൾ. യൂസുഫ് അലൈഹിസ്സലാം തന്നെ എന്താണ്? ഒരടിമയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? വിവാഹിതനല്ല, തൻ്റെ വികാരം ശമിപ്പിക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയാണ്. അതും ഒരു പ്രേരകമാണ്. നാലാമത്തെ കാര്യം അർറാബിഉ അന്നഹു കാന ഫീ ബിലാദി ഗുർബത്തിൻ. യൂസുഫ് അലൈഹിസ്സലാം ഒരു എന്താണ്? അപരിചിതമായ ദേശത്തിലാണ്, സ്വന്തം നാട്ടിലല്ല. സ്വന്തം വീട്ടുകാരവിടെയില്ല, നാട്ടുകാരില്ല, പരിചയസമ്പന്നരായ ആളുകളില്ല. ഇത് മനുഷ്യനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് ധാരാളം ചുറ്റുപാടുകളിൽ ഉദാഹരണങ്ങൾ കാണും. പ്രത്യേകിച്ചും ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, രക്ഷിതാക്കളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയിട്ടാണത്. നമുക്കറിയാം, ധാരാളം മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസവും മറ്റുമായി അവരെന്ത് ചെയ്യും? പല പല ദേശങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിക്കും, ഹോസ്റ്റലുകളിലും മറ്റുമെല്ലാം. ഇവരുടെ ഹോസ്റ്റലുകളെ കുറിച്ച് പോലും മാതാപിതാക്കൾക്ക് അറിയില്ലായിരിക്കും. ആ ഹോസ്റ്റലും സന്ദർശിച്ചിട്ടുണ്ടാവുകയില്ല. എവിടെയാണ് അവർ താമസിക്കുന്നത്, എന്ത് വിദ്യാഭ്യാസമാണ് അവർ പഠിക്കുന്നത്, ഇതൊരു തീരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിലുണ്ട് ഒരു സ്ഥാപനം, വളരെ വലിയ വിപുലമായൊരു സ്ഥാപനമാണ്. ധാരാളം വിദ്യാർത്ഥികൾ പല ദേശങ്ങളിൽ നിന്ന് അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ 1 മണിയിലും 12 മണിക്ക് ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാവും? സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഇങ്ങനെ കൈ കൊടുത്ത് ടീ ഷോപ്പുകളിലും മറ്റൊക്കെ നടക്കുന്നുണ്ടാകും. എന്താണ്? മാതാപിതാക്കൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നില്ല, തീരെ ശ്രദ്ധ കൊടുക്കുന്നില്ല. മക്കള് ധാരാളം സമ്പത്ത് ചെലവഴിച്ചിട്ടായിരിക്കും വിദ്യാഭ്യാസത്തിന് വിടുന്നത്. അവർക്ക് അവരുടെ നിരീക്ഷിക്കാൻ മാതാപിതാക്കളില്ല, അല്ലെങ്കിൽ സഹോദരങ്ങളില്ല, നാട്ടുകാരില്ല, ആരും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും തിന്മകൾ ചെയ്യാനുള്ള ഒരു വാഞ്ചന, എന്തുണ്ടാവും? ഒരു പ്രേരകം അവിടെ വലിയ രീതിയിലുണ്ട്. ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല. ഇപ്പം അടുത്ത് അവിടെ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. 3 പെൺകുട്ടികൾ, നമ്മുടെ ഈ എന്താണ് വടക്കൻ കേരളത്തിലുള്ള പെൺകുട്ടികളാണ്. ഒരാൾ ലഹരി ബാധിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത റോഡരികിൽ കിടക്കുന്നു. ഔദുബില്ലാ. മറ്റുള്ളവർ അവരെ എടുത്തു പൊക്കി റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ്. ഇത് ഇത്രയില്ലാത്ത പെൺകുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്, കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവരാരും അറിയുന്നില്ല, ആരും അവരെ ശ്രദ്ധിക്കാനില്ല. രക്ഷിതാക്കൾ വലിയ പ്രതീക്ഷയിലാണ്. മക്കൾ വലിയ വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥാപനങ്ങളിൽ കൊണ്ടു ചേർത്തിരിക്കുന്നു. എന്താണ് അവർ പഠിക്കുന്നത്, എന്താണ് ഉപയോഗിക്കുന്നത്, ആരുമായിട്ടാണ് അവരുടെ കൂട്ട്, ശ്രദ്ധിക്കാൻ നേരമില്ല ആളുകൾക്ക്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യൂസുഫ് അലൈഹിസ്സലാം എവിടെയാണ്? ബിലാദ് ഗുർബയിലാണ്, അപരിചിതമായ ഒരു നാട്ടിലാണ്, ആരും കാണാനില്ല. ഒരു മനുഷ്യന് അവന്റെ സ്വന്തം രാജ്യത്ത്, സ്വന്തം നാട്ടിൽ എളുപ്പമാകാത്ത കാര്യങ്ങൾ, അവന്റെ വത്വറുകൾ, ഹാജത്തുകൾ വീട്ടാൻ, ആവശ്യങ്ങൾ വീട്ടാൻ ഗരീബാണ് എങ്കിൽ അവനക്ക് വളരെ എളുപ്പമായിരിക്കും. ഗരീബ്, ഒരു ഗരീബിനെ അപരിചിതനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് എളുപ്പമായി തീരും. മിൻ ഖദാഇൽ വത്വരി, അവന്റെ ആവശ്യങ്ങൾ, ഇങ്ങനെ തിന്മ പോലുള്ള ആവശ്യങ്ങൾ വീട്ടാൻ അവൻ എളുപ്പമായി തീരും. മാല യതഅത്താലഹു ഫീ വത്നി, സ്വന്തം നാട്ടിൽ സാധിക്കൂല, ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. സ്വന്തം നാട്ടിൽ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കും, നല്ല രീതിയിൽ ആളുകളോട് പെരുമാറും. ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വസ്ത്ര രീതി മാറും,
പെരുമാറ്റ രീതി മാറും, കൂട്ടുകെട്ടുകൾ മാറും. ഇത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. വബൈന അഹ്ലിഹി വമആരിഫി, അവൻ അറിയുന്ന അവന്റെ വീട്ടുകാർ, അവന്റെ പരിചയക്കാർ, അവരുടെ മുന്നിൽ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ, അപരിചിതരുടെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ എന്തായിരിക്കും? എളുപ്പമായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യവും ആരുടെ മുന്നിലുണ്ട്? യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുന്നിലുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം സ്വന്തം നാട്ടിലല്ല, അവിടെ സഹോദരങ്ങളോ മാതാപിതാക്കളോ ഇല്ല, നാട്ടുകാരില്ല, വിദേശമായ ഒരു രാജ്യത്താണ്. അഞ്ചാമത്തെ കാര്യം, അൽ-ഖാമിസതു അന്നൽ മർഅത കാനത് ദാത മൻസിബിൻ വജമാലിൻ. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം അകപ്പെട്ടിരിക്കുന്ന ഫിത്നയിലുള്ള സ്ത്രീ, അവർ വലിയ കുടുംബത്തിലുള്ള നല്ല തറവാടിത്തമുള്ള ഒരു പെൺകുട്ടിയാണ്, നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. ബിഹൈസു ഇന്ന കുല്ല വാഹിദിൻ മിൻ ഹാദൈനിൽ അംറൈൻ യദ്ഉ ഇലാ മുവാഖഅതിഹ. ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും, നല്ല ഉയർന്ന തറവാടിത്തമുള്ളയാളാണ്, നല്ല സൗന്ദര്യമുള്ള ആളുകളാണ്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവരിൽ ആകൃഷ്ടരായി പോയി ഈ തിന്മയിൽ അകപ്പെടാൻ എന്താണ് സാധ്യതകളേറെയാണ്. അതിനുള്ള അവസ്ഥകൾ എന്താണ്? ധാരാളമുണ്ട്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാളെ ഖിയാമത്ത് നാളിൽ മനുഷ്യർ ഏറ്റവും കഠിനമായ പ്രയാസം നേരിടുമ്പോൾ മഹ്ശറിൽ അല്ലാഹു എന്ത് ചെയ്യും? ചില ആളുകൾക്ക് തണലിട്ട് കൊടുക്കും. അതിലൊരു വിഭാഗമാരാണ്, ഇങ്ങനെയുള്ള ആളുകളാണ്. ഷാബുൻ ദഅതുഹു ഇംറഅ ദാതു മൻസുബിൻ വജമാലിൻ, ഒരു നല്ല സ്ഥാനത്തുള്ള അല്ലെങ്കിൽ നല്ല കുടുംബത്തിലുള്ള നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ഒരു യുവാവിനെ ക്ഷണിക്കുകയാണ് തിന്മയിലേക്ക്. അവൻ പറയുന്നു, ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അവന് മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കും. അപ്പൊ ഇവിടെ ഈ അവസ്ഥ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഈ ഫിത്നയിലും ഈ രണ്ട് കാര്യങ്ങളും അവിടെയുണ്ട്. സ്ത്രീ എന്താണ്? വലിയ കുടുംബത്തിൽ പറഞ്ഞവളാണ്, നല്ല തറവാടിയാണ്, അതേപോലെ തന്നെ നല്ല സൗന്ദര്യമുള്ള സ്ത്രീയാണ്. അസ്സാദിസു, ആറാമത്തെ കാര്യം, അന്നഹാ ഗൈറു മുംതനിഅത്തിൻ വലാ ആബിയത്തിൻ. ഈ സ്ത്രീ എന്ത് ചെയ്യുന്നില്ല? ഈ തിന്മക്ക് വിസമ്മതിക്കുന്നവളല്ല, അതിനെ നിരസിക്കുന്നവളല്ല. ഫഇന്ന കസീറൻ മിനൻ നാസി യുസീലു റഗ്ബതഹു ഫിൽ മർഅതി ഇബാഉഹാ വംതിനാഉഹാ. ധാരാളം മനുഷ്യർക്ക് ഈ പറയുന്ന വികാരമുണ്ടാകും, ഇഷ്ടമുണ്ടാകും, ഈ തിന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും. പക്ഷെ അവരെ തടുത്തു നിൽക്കുന്ന പ്രേരകം എന്താ? ഞാൻ ഇതിനു വേണ്ടി ഒരു സ്ത്രീയെ സമീപിച്ചാൽ അവരെ എന്ത് ചെയ്യും? അവരെ തടസ്സം ഉന്നയിക്കും, അവരതിന് സമ്മതിക്കുകയില്ല എന്നുള്ള കാരണത്താലാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത്? ഈ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അവന്റെ ആഗ്രഹത്തെ കെടുത്തിക്കളയുന്നത് എന്താണ്? ഈ പറയുന്ന കാര്യമാണ്. ലിമാ യജിദു ഫീ നഫ്സിഹി മിൻ ദുല്ലിൽ ഖുദൂഇ വസ്സുആലി ലഹാ. ഒരു സ്ത്രീയോട് ഇത് ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ നിന്ദ്യനായിത്തീരുന്നു അവരുടെ മുന്നിൽ. അവരോട് ചോദിക്കുക എന്നുള്ളത് എന്താണ്? നിന്ദ്യത വരുത്തുന്ന കാര്യമാണ്. വകസീറും മിനൻ നാസി, അപ്പോൾ അതാണ് ഒരു സാഹചര്യം. എന്നിട്ട് ഇമാമുകൾ പറയാണ്, വകസീറും മിനൻ നാസി യസീദുഹുൽ ഇബാഉ വൽ ഇംതിനാഉ ഇറാദതൻ വഹുബ്ബ കമാ ഖാല ഷായർ. അത് വേറെ ചില ആളുകൾ അങ്ങനെയല്ല. അവർ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരാളോട് ഒരാവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ, അവർ തടസ്സവാദം ഉന്നയിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇവർക്ക് അവരോടുള്ളതായ ഇഷ്ടവും സ്നേഹവും താല്പര്യവും എന്ത് ചെയ്യും? കൂടുന്ന ചില ആളുകളുമുണ്ട്. ഒരു കവി പറഞ്ഞതുപോലെ, എന്താണത്? വസാദനി കലഫൻ ഫിൽ ഹുബ്ബി അൻ മനഅത് അഹബ്ബു ഷൈഇൻ ഇലൽ ഇൻസാനി മാ മനഅ. എനിക്ക് അവൾ തടസ്സവാദം ഉന്നയിച്ചപ്പോൾ അവളോടുള്ളതായ ഹുബിന്റെ ശുദ്ധത്ത് എന്ത് ചെയ്തു? കലഫ്, അത് കഠിനമായി കൂടി വന്നു. ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം കിട്ടാത്ത കാര്യമാണ്. കിട്ടാത്ത കാര്യത്തോട് അത് ആർജിച്ചെടുക്കാൻ വേണ്ടി പലപ്പോഴും എന്ത് ചെയ്യും? ചില ആളുകൾ അതിന് കൂടുതൽ എന്ത് ചെയ്യും? പണിയെടുക്കും. അത് കിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ചില ആളുകളിൽ കാണാം. അപ്പൊ രണ്ട് രീതിയിലുണ്ട് മനുഷ്യന്മാര്. ഫത്ബാഉൻ നാസി മുഖ്തലിഫ, മനുഷ്യരുടെ പ്രകൃതം വ്യത്യസ്തങ്ങളാണ്. فمنهم من يتضاعف حبه عند بذل المرأة ورغبتها ويضمحل عند إبائها وامتناعها. ചില ആളുകളുടെ അവസ്ഥ എന്താണ്? ഈ സ്ത്രീകൾ ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ട് ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചു വന്നാൽ അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് സ്നേഹവും മറ്റൊക്കെ വർദ്ധിക്കും. എന്നാൽ അവർ വിലങ്ങുതടിയായിട്ട് വിസമ്മതിക്കുകയാണെങ്കിൽ അവരുടെ ഈ പറയുന്ന താല്പര്യം, ആഗ്രഹം എന്ത് ചെയ്യും? ബലഹീനമാകും. അങ്ങനെയുണ്ട് ചില ആളുകൾ. വേറെ ചില ആളുകൾ, വഅഖ്ബറനി ബഅദുൽ ഖുദാതി, ചില ഖാദിമാർ എന്നോട് പറഞ്ഞു, ഇമാം അവர்கள் പറയാണ്, അന്ന ഇറാദതഹു വശഹവതഹു തദ്മഹില്ലു, അവന്റെ ഇന്നയാളുടെ ഷഹ്വത്ത്, അവന്റെ വികാരം, അവന്റെ ഈ തിന്മ ചെയ്യാനുള്ള ഉദ്ദേശങ്ങൾ അത് എന്ത് ചെയ്തു? ബലഹീനമായി.
ഇൻദം തിനാഇ മർഅതിഹി ഔ സുർരിയതിഹി വഇബാഇഹാ ബിഹൈസു ലാ യുആവിദുഹാ. ആ സ്ത്രീ എന്ത് ചെയ്തപ്പോൾ, തടസ്സവാദം ഉന്നയിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു അടിമ സ്ത്രീ അവരെന്ത് ചെയ്തു, തടസ്സം ഉന്നയിച്ചു, അവരെ വിസമ്മതിക്കുകയുണ്ടായി, അവരതിനെ കൂട്ടാക്കിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചില ആളുകളുടെ ഈ പറയുന്ന വികാരം, താല്പര്യം എന്ത് ചെയ്യും, ക്ഷമിക്കും, അത് കുറഞ്ഞു പോകും. എന്നാൽ വമിൻഹും മൻ യതദാഅഫു ഹുബ്ബുഹു വഇറാദതുഹു ബിൽ മൻഇ, ചിലപ്പോൾ തടസ്സം ഉന്നയിക്കുന്നത് മുഖേന ചില ആളുകളുടെ സ്നേഹവും ഇത് ചെയ്യാനുള്ള താല്പര്യവും ചിലപ്പോൾ എന്ത് ചെയ്യും, വർദ്ധിക്കുകയാണ്, ഇരട്ടിയാവുകയാണ് ചെയ്യുക. ഫയഷ്തദ്ദു ഷൗഖുഹു കുല്ലമാ മുനിഅ, എപ്പോഴെല്ലാം തടസ്സവാദം ഉന്നയിക്കുമ്പോഴോ അപ്പോഴെല്ലാം അവരെ പ്രാപിക്കാനുള്ള ആ ഷൗക്ക് എന്ത് ചെയ്യും, കൂടിക്കൂടി വരും. വയഹ്സുലു ലഹു മിനൽ ലദ്ദതി ബിദ്ദഫരി ബിദ്ദി ബഅദ ഇംതിനാഇഹി വനിഫാരി, തടസ്സവാദം ഉന്നയിക്കുകയും സമ്മതിക്കാതെ വരികയും ചെയ്യുമ്പോൾ അതിനെ നേരിട്ടുകൊണ്ട് വിജയം കൈവരിക്കുന്നതിൻ്റെ ലദ്ദത്ത് അത് കരഗതമാക്കുക എന്നുള്ളത് എന്തായിരിക്കും, ചില ആളുകൾ ആ ഒരു ലദ്ദത്തിനെ ആസ്വദിക്കുന്നവരായിരിക്കും, അതിനുള്ളതായ സുഖം ആസ്വദിക്കും. സമ്മതിക്കാതെ വരുമ്പോൾ അതിനെ എന്ത് ചെയ്യുക, കൈവരിക്കുക എന്നുള്ള ലദ്ദത്ത് ചില ആളുകൾക്ക് ഉണ്ടാകും. വല്ലദ്ദതു ബി ഇദ്റാക്കിൽ മസ്അലതി ബഅദ ഇസ്തിസ്ആബിഹാ വശിദ്ദത്തിൽ ഹിർസി അലാ ഇദ്റാക്കിഹാ. അപ്പോൾ ചോദിച്ചിട്ട് അത് ലഭിക്കാൻ പ്രയാസകരമാകുമ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതായ ഹിർസും ഷിദ്ദത്തൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ആളുകളിൽ വർദ്ധിക്കും. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ തിന്മയിൽ ഏർപ്പെടാൻ എന്തില്ല, ഈ പറയുന്ന തടസ്സമില്ല. ആരുടെ മുന്നിൽ പോയി എന്ത് ചെയ്യേണ്ടതില്ല, അങ്ങോട്ട് ആവശ്യപ്പെട്ട് നിന്ദിനാകേണ്ടതില്ല. ഇവിടെ ഈ സ്ത്രീ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അത് തിന്മ സംഭവിക്കാൻ വലിയൊരു പ്രേരകമാണ്. അതാണ് ആറാമത്തെ കാര്യം. അസ്സാബിഉ, ഏഴാമത്തെ വിഷയം, അന്നഹാ ത്വലബത്, അവളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, തേടിയിരിക്കുന്നത്. വ അറാദത്, അവളാണ് ഈ തിന്മയെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വ ബദലത്തിൽ ജുഹ്ദ്, അതിനുള്ള പരിശ്രമങ്ങളും ചെയ്തിരിക്കുന്നത് ആരാണ്, ഈ സ്ത്രീയാണ്. ഫകഫത്ഹു മുഅനത ത്വലബി വദുല്ല റഗ്ബതി ഇലൈഹാ. അപ്പോ യൂസുഫ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് തേടി അങ്ങോട്ട് പോയി പണം ചെലവഴിക്കേണ്ടതില്ല. ആർക്കെങ്കിലും പണം കൊടുത്തിട്ട് നേരിടേണ്ട ആവശ്യമുണ്ടോ, ഇതില്ല, അത് അവിടെ ഇല്ലാതെയായിരിക്കുകയാണ്. അതല്ലെങ്കിൽ അതിനുള്ള തേട്ടം ചോദിച്ചുകൊണ്ട് ഒരു നിന്ദ്യത ഉണ്ടാവുക എന്നുള്ളതും അവിടെ ഇല്ല. ബൽ കാനത് ഹിയ റാഗിബത ദലീല, അവളാണ് അവിടെ ആഗ്രഹം പ്രകടിപ്പിച്ച് നിന്ദിയായി വന്നിരിക്കുന്നത്, അവളാണ്. വഹുവൽ അസീസുൽ മർഗൂബു ഇലൈ, യൂസുഫ് അലൈഹിസ്സലാം ആകട്ടെ അവിടെ ഇസ്സത്തിൽ നിൽക്കുകയാണ്, പ്രതാപത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തെയാണ് എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കപ്പെടുന്നത്. വാതിലടച്ചിട്ട് ഖാലത് ഹൈതലക്, ഇവിടെ വരുമെന്ന് ആരാണ് വിളിച്ചത്, സ്ത്രീയാണ് വിളിച്ചത്. ഇതാണ് ഏഴാമത്തെ കാര്യം. എട്ടാമത്തെ കാര്യം, അന്നഹു ഫീ ദാരിഹാ, ഇദ്ദേഹം യൂസുഫ് അലൈഹിസ്സലാം ജീവിക്കുന്നത് എവിടെയാണ്, ആ സ്ത്രീയുടെ വീട്ടിലാണ്. അതും വേറൊരു ഘടകമാണ്. ആ സ്ത്രീയുടെ വീട്ടിലാണ് ആര് കഴിയുന്നത്, യൂസുഫ് അലൈഹിസ്സലാം. വതഹ്ത സുൽത്താനിഹാ വഖഹ്രിഹാ, അവരുടെ ആധിപത്യത്തിന്റെ കീഴിലാണ്, അവരുടെ അധികാരത്തിന് കീഴിലാണ്. ബിഹൈസു യഖ്ഷാ ഇൻ ലം യുതാവിഅഹാ മിൻ അദാഹാ ലഹു, ഏതവസ്ഥയിൽ അവളുടെ താല്പര്യത്തിന് വഴങ്ങിക്കൊടുത്തിട്ടില്ല എങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് പേടിയുമുണ്ട്, ഉപദ്രവിച്ചേക്കാം. ഫജ്തമഅ ദാഇ റഗ്ബതി വറഗ്ബ, അപ്പോ ചെയ്യാനുള്ള റഗ്ബത്ത്, ആഗ്രഹം അവിടെയുണ്ട്. അതേപോലെ തന്നെ ഇത് സംഭവിച്ചില്ല എങ്കിൽ എന്തെങ്കിലും ഉണ്ടായേക്കാവുന്ന അപകടത്തെ സംബന്ധിച്ച പേടിയുമുണ്ട്. റഗ്ബത്തും അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, സമ്മേളിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ഒരു പ്രവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുന്ന രണ്ട് ഘടകങ്ങൾ അതാണ്. ഒന്ന്, ഒന്നിനോടുള്ള അതിയായ ആഗ്രഹം ഉണ്ടാവുക, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, മുഹരിക്കാത്തുൽ ഇതാണ്, മനസ്സിനെ പ്രവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. അതല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചുള്ള പേടി. അപ്പൊ ഇത് രണ്ടും ആരുടെ മുന്നിലുണ്ട്, യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുന്നിലുണ്ട്. അത്താസിയ, ഒമ്പതാമത്തെ കാര്യം, അന്നഹു ലാ യഖ്ഷാ അൻ തനിമ്മ അലൈ ഹിയ വലാ അഹദും മിൻ ജിഹതിഹാ, യൂസുഫ് അലൈഹിസ്സലാം അവിടെ പേടിക്കുന്നില്ല, ഈ പറയുന്ന സ്ത്രീയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ ഇങ്ങനെ ഒരു തിന്മ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യും, പരസ്യമാക്കും. ആളുകളത് പരസ്യപ്പെടുത്തും, ഈ സ്ത്രീ പരസ്യപ്പെടുത്തും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പരസ്യപ്പെടുത്തും എന്നുള്ള പേടിയുണ്ടോ, ആ പേടിയുമില്ല. കാരണം എന്താണ്, ഫഇന്നഹാ ഹിയ ത്വാലിബ, ഇവിടെ ഈ സ്ത്രീയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, റാഗിബ, അവളാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. വഖദ് ഗല്ലഖത്തിൽ അബ്വാബ്, അവളാകട്ടെ എന്ത് ചെയ്തിട്ടുണ്ട്, വാതിലുകളെല്ലാം അടച്ചിട്ടുണ്ട്. വഗയ്യബത്തിർ റുഖബ, അതേപോലെ തന്നെ നിരീക്ഷകരും കാവൽക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്രത്യക്ഷരായിട്ടുണ്ട്, ആരുമില്ല.
അപ്പൊ ഇത് ഈ വാർത്ത പുറത്തു പോകും എന്നുള്ള പേടിയും ആർക്കില്ല? യൂസുഫ് അലൈഹിസ്സലാമിനില്ല. അൽ ആഷിറു, 10ാമത്തെ കാര്യം, അന്നഹു കാന ഫിദ്ദാഹിരി മംലൂകൻ ലഹ ഫിദ്ദാർ. അവിടെ യൂസുഫ് അലൈഹിസ്സലാം പ്രത്യക്ഷമായി നോക്കിയാൽ ഈ സ്ത്രീയുടെ അടിമയാണ്, മംലൂക്കാണ്, അബ്ദാണ്. ആ വീട്ടിലൊരു അടിമയെ പോലെയാണ് ആര്? യൂസുഫ് അലൈഹിസ്സലാം. ബിഹൈസു യദ്ഖുലു വയഖ്റുജു വയഹ്ദുറു മഅഹാ വലാ യുൻകറു അലൈഹി. അപ്പോൾ വീട്ടിൽ സേവകൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? വീട്ടിലേക്ക് പ്രവേശിക്കും, പുറത്തിറങ്ങും, ഇടക്കിടക്ക് അവരുടെ കൂടെ ഉണ്ടാകും. ഇതൊന്നും ആരും എന്ത് ചെയ്യൂല? എതിർക്കുകയില്ല. അപ്പോൾ നീ എന്താണ് അവരുടെ കൂടെ എന്നാരും ചോദിക്കാനില്ല. കാരണം ഇവൻ അവിടുത്തെ സേവകനാണ്. അപ്പോൾ അവർക്ക് സേവനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഇവനെന്തുകൊണ്ട് ഇവരുടെ കൂടെയായി എന്നുള്ള ചോദ്യവും വരാനില്ല. കാരണം ഇവൻ എന്താണ്? യൂസുഫ് അലൈഹിസ്സലാം എന്താണ്? അവരുടെ സേവകനാണ്. വകാനൽ ഉൻസു സാബിഖൻ അല ത്വലബി. ഈ ഒരു ത്വലബ്, തേട്ടം ഉണ്ടാകുന്നതിന് മുമ്പേ എന്ത് മുൻകടന്നിട്ടുണ്ട്? ഇവർ തമ്മിലുള്ള ഉൻസ്, ഇവർ തമ്മിലുള്ളതായ അടുപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെയുണ്ട്. കാരണം ഇവര് ഒരേ വീട്ടിലാണ്. വഹുവ മിൻ അഖ്വദ്ദവാഇ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തിന്മയിലേക്ക് ക്ഷണിക്കുന്ന, പ്രേരിപ്പിക്കുന്ന വളരെ ശക്തമായ ഒരു പ്രേരകമാണെന്ത്? പരസ്പരമുള്ള സാമീപ്യം, അടുപ്പം എന്നുള്ളത്. കമാ ഖീല ലിംറഅത്തിൻ ശരീഫത്തിൻ മിൻ അഷ്റാഫിൽ അറബ്. അറബുകളിലെ വളരെ കുലീനയായ ഒരു സ്ത്രീയോട് ചോദിക്കപ്പെട്ടു, മാ ഹമലകി അല സിന, നീ എന്തിനാണ് സിന ചെയ്തത്, വ്യഭിചരിച്ചത്? വ്യഭിചാരത്തിലേക്ക് നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഖാലത്ത് ഖുർബുൽ വിസാദി വതൂലുസ് സവാദ്. ഒന്ന്, ഞങ്ങളുടെ താമസം അടുത്തടുത്താണ്. അതേപോലെ തന്നെ വതൂലുസ് സവാദ്, ഞങ്ങൾ തമ്മിലുള്ള പരിചയം ദീർഘമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പരിചയിടുന്നു. അത് താനി ഖുർബ വിസാദി റജുലി മിൻ വിസാദത്തി, ആ മനുഷ്യന്റെ തലയിണ എൻ്റെ തലയിണയോട് അടുത്താണ്. അതായത് രണ്ടുപേരുടെയും താമസം എവിടെയാണ്? അടുത്തടുത്താണ്. വതൂല സവാദി ബൈനന, ഞങ്ങൾ തമ്മിലുള്ള പരിചയവും എന്താണ്? ദീർഘമാണ്. ഇത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്? തിന്മയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതിനാൽ സ്ത്രീ പുരുഷ ഇഖ്തിലാത്തുകൾ എന്ത് ചെയ്തു? നിഷിദ്ധമാക്കി. ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായിട്ട് അന്യരായ സ്ത്രീകൾ ഒരുമിച്ചാണ് അവർ ജോലി ചെയ്യുന്നത്. ഒരേ സമയം ധാരാളം അവർ കാണുന്നുണ്ട്, അടുത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അടുപ്പം ഒരാൾക്കുണ്ട് എങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. അത് എക്സസൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ജോലിയാണെങ്കിലും. ഇത് നിരന്തരം ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം ദീർഘമാകുമ്പോൾ, അവർ തമ്മിലുള്ളതായ ബന്ധം എന്ത് ചെയ്യും? അടുപ്പമാകുമ്പോൾ സ്വാഭാവികമായിട്ട് തിന്മ സംഭവിക്കാനുള്ള എന്ത് ചെയ്യുന്നുണ്ട്? സാഹചര്യങ്ങൾ വരും. ധാരാളം തെളിവുകൾ നമുക്ക് അതിന് മുന്നിലുണ്ട്. പക്ഷെ തീരിക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഇതും ഇവിടെ എന്തുണ്ട്? ഈ സ്ത്രീ ഈ ആവശ്യമായി വരുന്നതിന് മുമ്പേ എന്തുണ്ട്? ഇവർ തമ്മിൽ വലിയ അടുപ്പമുണ്ട്. കാരണം അവരുടെ വീട്ടിലാണ് ജീവിക്കുന്നത് എന്നുള്ളതിനാൽ. അൽ ഹാദി അഷർ, 11ാമത്തെ കാര്യം, അന്നഹാ ഇസ്തആനത അലൈഹി ബിഅഇമ്മത്തിൽ മക്രി വൽ ഇഹ്തിയാൽ. ഇവിടെ ഈ സ്ത്രീ യൂസുഫ് അലൈഹിസ്സലാമിനെതിരിൽ സഹായം ചോദിച്ചു. ആരോട് സഹായം ചോദിച്ചു? ബിഅഇമ്മത്തിൽ മക്രി വൽ ഇഹ്തിയാൽ, കുതന്ത്രത്തിന്റെ നേതാക്കന്മാരോട്. കുതന്ത്രം പ്രയോഗിക്കാൻ ഏറ്റവും വലിയ നേതൃശേഷിയുള്ള ആൾക്കാരാണ് ആര്? സ്ത്രീകൾ. അവരോടാണ് സഹായം ചോദിച്ചത്. ഫഅറത്തുഹു ഇയ്യാഹുന്ന. അങ്ങനെ ഈ സ്ത്രീ യൂസുഫ് അലൈഹിസ്സലാമിനെ എന്ത് ചെയ്തു? ഈ പെണ്ണുങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് ഞാൻ ഈ തിന്മയിൽ അകപ്പെടാൻ അല്ലെങ്കിൽ വശംവദനായത് എന്തുകൊണ്ടാണ്, അവനിൽ ഞാൻ ആകൃഷ്ടനായത് എന്തുകൊണ്ടാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എന്ത് ചെയ്തു? കുറെ സ്ത്രീകൾ കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു? യൂസുഫ് അലൈഹിസ്സലാമിനെ അവർക്ക് കാണിച്ചു കൊടുത്തു. വശക്കത്ത് ഹാലഹാ ഇലൈഹിൻ, എന്നിട്ട് അവരുടെ അവസ്ഥ ഈ സ്ത്രീകളോട് പരാതിയായിട്ട് പറഞ്ഞു. ആര്? ഈ രാജാവിന്റെ ഭാര്യ. ലിതസ്തഈന ബിഹിന്ന അലൈ, ഇദ്ദേഹത്തിനെതിരിൽ അവരോട് സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട്. വസ്തആന ഹുവ ബില്ലാഹി അലൈഹിൻ, അവർക്കെതിരിൽ യൂസുഫ് അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സഹായമാണ് ചോദിച്ചത്. ഫഖാൽ, അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ, അള്ളാഹുവേ ഈ സ്ത്രീകളുടെ കൈദിൽ നിന്ന്, അവരുടെ കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ തിരിച്ചു വിട്ടിട്ടില്ല എങ്കിൽ അസ്ബു ഇലൈഹിൻ, ഞാൻ അവരിലേക്ക് എന്ത് ചെയ്യും? ചാഞ്ഞു പോകും, ഞാൻ അതിൽ കെണിയിൽ വീണു പോകും. വഅകും മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലീങ്ങളിൽ പെട്ടുപോകും എന്ന് അള്ളാഹുവിനോട് എന്ത് ചെയ്തു? സഹായം ചോദിച്ചു. അള്ളാഹു സഹായം കൊടുത്തു. അപ്പൊ ഇതാണ് 11ാമത്തെ കാര്യം. ഇവർ ഒറ്റക്ക് പരിശ്രമിച്ചു, ഈ സ്ത്രീ സാധിച്ചില്ല. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു?
ആളുകൾ അറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു. അവിടെ ഖുർആൻ വളരെ പ്രസക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഉടനെ തന്നെ നാട്ടിലുള്ള മദീനയിലുള്ള സ്ത്രീകളാണ് സംസാരിച്ചത് ഈ വിഷയം. ഇതുപോലുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ വളരെ പെട്ടെന്ന് വ്യാപിക്കും. ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ നാക്കടക്കി വെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ത്രീകൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഖുർആൻ പ്രത്യേകം പറഞ്ഞത് അങ്ങനെയാണ്. സ്ത്രീകൾ, മദീനയിലുള്ള സ്ത്രീകളാണ് എന്ത് ചെയ്തത്? ഈ വിഷയം പെട്ടെന്ന് ഏറ്റെടുത്തത്. അവർ പെട്ടെന്ന് എന്ത് ചെയ്യും? അത് പ്രചരിപ്പിക്കും സമൂഹത്തിൽ. തിന്മകൾ കണ്ടാൽ മൂടി വെക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യം. പക്ഷെ എന്ത് ചെയ്തു? അത് അവർ പ്രചരിപ്പിച്ചു. അങ്ങനെ ഈ സ്ത്രീകളുടെ മുഴുവനും സഹായം ആര് ചോദിച്ചു? ഈ രാജാവിൻ്റെ പത്നി ചോദിച്ചു. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാമിനെ കെണിയിൽ വീഴ്ത്താൻ ശ്രമിച്ചു. പക്ഷെ എന്ത് ചെയ്തില്ല? സാധിച്ചില്ല. 12ാമത്തെ കാര്യം, അന്നഹ തവാഅദത്ഹു ബിസ്സിജ്നി വസ്സഗാർ. ഈ സ്ത്രീ യൂസുഫ് അലൈഹിസ്സലാമിനെ അവസാനം ചെയ്തു ഭീഷണിപ്പെടുത്തുകയാണ്. നിന്നെ ജയിലടയ്ക്കും, നിന്നെ നിന്ദ്യനാക്കി തീർക്കും. വഹാദ നൗഉ ഇക്റാഹിൻ, ഇത് നിർബന്ധിക്കലാണ്, കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള നിർബന്ധം ചെലുത്തലാണ്. ഇദ് ഹുവ തഹ്ദീദു മൻ യഗ്ലിബു അലാ ദന്നി വുഖൂഉ മാ ഹദ്ദദ ബി. ഒരു കാര്യം കൊണ്ട് ഭീഷണിപ്പെടുത്തിയാൽ എന്ത് ചെയ്യും? അവനതിൽ വീണുപോകും എന്ന ഒരു ദന്ന് വരുമ്പോൾ, ഒരു തോന്നൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഭീഷണിപ്പെടുത്തലാണത്. ഫയജ്തമിഉ ദാഇ ശഹ്വ വദാഇ സലാമതി മിൻ ദീഖി സിജ്നി വസ്സഗാർ. അപ്പോൾ അവിടെ ഈ വികാരത്തിന്റെ എന്തുണ്ട്? ഒരു പ്രേരക അവിടെയുണ്ട് യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുന്നിൽ. അതേപോലെ തന്നെ ഇവർ ഭീഷണിപ്പെടുത്തുന്ന ജയിലിൽ അടയ്ക്കപ്പെടുക അല്ലെങ്കിൽ നിന്ദ്യനായി തീരുക എന്നുള്ളതായ ഒരു പേടി, അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതായ ഒരു പ്രേരകം ഒന്നുണ്ട്, മുന്നിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പേടിയുമുണ്ട്, അതേപോലെ തന്നെ ആഗ്രഹവും അവിടെ വരുന്നുണ്ട്. അവസാനത്തെ വീണ്ടും ഉള്ള ഭീഷണിയാണിത്. അസാലിസ അശർ, 13ാമത്തെ കാര്യം, അന്ന സൗജ ലം യദ്ഹർ മിൻഹുൽ ഗൈറ വന്നഖ്വ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുരുഷന്മാർക്ക് പലപ്പോഴും ഇല്ലാതെയായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ സ്ത്രീയുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നില്ല? ഒരു ഗൈറത്ത് പ്രകടിപ്പിക്കുന്നില്ല. ഇവിടെ ഒരു തിന്മ സംഭവിക്കാനുള്ള അവസരം എന്ത് ചെയ്തു? അദ്ദേഹം കണ്ടു. പക്ഷേ ഈ ഭർത്താവിന് എന്തില്ല? ഒരു ഗൈറത്തില്ല, അവർക്ക് ഒരു രോഷമില്ല. മാ യുഫരിഖു ബിഹി ബൈനഹുമാ, അവരുടെ ഇടയിൽ ഒരു ഫർക്ക് ഉണ്ടാക്കാൻ, അവരെ മാറ്റി നിർത്താനുള്ളതായ ഒരു ഗൈറത്ത് അദ്ദേഹം കാണിക്കുന്നില്ല. വയുബഇദു കുല്ലം മിൻഹുമാ അൻ സ്വാഹിബി, രണ്ടാളെയും വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് നീക്കം ചെയ്യാനുള്ള ആവേശം അദ്ദേഹം കാണിക്കുന്നില്ല. അപ്പോൾ പല ആളുകൾ ചോദിക്കുമല്ലോ, എന്താ ഇപ്പോൾ ഒരു സ്ത്രീനെ കണ്ടാൽ കുഴപ്പം? അവരൊന്നിച്ചിരുന്നാൽ എന്താ കുഴപ്പം? അവരൊന്നിച്ച് കളിച്ചാൽ എന്താ കുഴപ്പം എന്ന് ആളുകൾ ചോദിക്കുമല്ലോ. ഇത് ഈ ഗൈറത്തില്ലാത്ത പുരുഷന്മാരുടെ അവസ്ഥയാണ്. അവർക്കെന്തില്ല? ആ വിഷയത്തെക്കുറിച്ച് ഒരു രോഷമില്ല. ഇവിടെ ഈ പുരുഷനും ഇദ്ദേഹത്തിനും എന്തില്ല? ഈ ഗൈറത്ത് കാണുന്നില്ല. ബൽ കാന ഗായത മാ ഖാബലഹാ ബിഹി അൻ ഖാല യൂസുഫ്. പക്ഷെ അദ്ദേഹം ചെയ്തത് ഇത്ര മാത്രമാണ്. യൂസുഫ് അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അഅരിദ് അൻ ഹാദാ. തെറ്റാരുടെ അടുത്താണെന്ന് ബോധ്യപ്പെട്ടു, തെറ്റ് സ്ത്രീയുടെ അടുക്കലാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അഅരിദ് അൻ ഹാദാ, ഇത് വിട്ടുകളഞ്ഞേക്ക് യൂസുഫേ. വലിൽ മർഅത്തി, ഈ ഭാര്യയോട് പറഞ്ഞു, വസ്തഗ്ഫിരി ലിദംബിക്, അല്ലാഹുവിനോട് നീ എന്ത് ചെയ്തോ? പാപമോചനം ചോദിച്ചു കൊള്ളുക. ഇന്നകി കുന്തി മിനൽ ഖാതിഈൻ, നീ തെറ്റുകാരിൽപ്പെട്ടയാളാണ് എന്ന് മാത്രമേ പറഞ്ഞോളൂ. അവരെ വീണ്ടും ഇതിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ളതായ എന്ത് ചെയ്തില്ല? അവരകറ്റി നിർത്താനുള്ളതായ മാർഗങ്ങൾ സ്വീകരിച്ചില്ല. അങ്ങനെ ശക്തമായ ഒരു നടപടി അദ്ദേഹം സ്വീകരിച്ചില്ല. വശിദ്ദത്തുൽ ഗൈറതി ലിർറജുലി മിൻ അഖ്വൽ മവാനിഅ, ഒരു പുരുഷന് ശക്തമായ ഒരു ഗൈറത്ത്, ഒരു രോഷം ഒരു പുരുഷനിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് എന്താണ്? ഒരു ശക്തമായ തടസ്സമാണത്. വഹുനാ ലം യദ്ഹർ മിൻഹു ഗൈറ, ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഇദ്ദേഹത്തിൽ അങ്ങനെ രോഷം കാണാനില്ല. അതും വീണ്ടും തിന്മയിലേക്ക് അകപ്പെടാനുള്ള ഒരു സാധ്യതയുള്ള കാര്യമാണ്. പക്ഷെ അവിടെയും എന്ത് ചെയ്യുന്നില്ല? യൂസുഫ് അലൈഹിസ്സലാം വീണുപോകുന്നില്ല. വമഅ ഹാദിഹി ദവാഇ കുല്ലിഹാ, ഈ പറയുന്ന എല്ലാ പ്രേരകങ്ങളും അവിടെ ഉള്ളതിനോടുകൂടെ ഫആസറ മർദാത്തല്ലാഹി വഖൗഫ, യൂസുഫ് അലൈഹിസ്സലാം പ്രാധാന്യം കൊടുത്തത് എന്തിനാണ്? അള്ളാഹുവിന്റെ തൃപ്തിക്കും അള്ളാഹുവിനെ പേടിക്കുന്നതിനുമാണ് എന്ത് ചെയ്തത്? പ്രാമുഖ്യം കൊടുത്തത്. വഹമലഹു ഹുബ്ബുഹു ലില്ലാഹി അലാ അൻ ഇഖ്താറ സിജ്ന അല സിന, അള്ളാഹുവിനോടുള്ള സ്നേഹം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇതിനേക്കാൾ, ഈ നീചപ്രവൃത്തിയേക്കാൾ ജയിലറ, തടവറ തെരഞ്ഞെടുക്കാനാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്? പ്രേരിപ്പിച്ചത്. അള്ളാഹു പറയുന്നത് കാണാം, ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്, ഖുർആൻ പഠിപ്പിച്ചതാണ്. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി സിജ്നു, റബ്ബേ
ജയിലറയാണ്, തടവറയാണ്. അഹബ്ബു ഇലയ്യ മിമ്മാ യദുഊനനി ഇലൈഹി, അവരെന്നെ ഏതൊരു തിന്മയിലേക്കാണോ ക്ഷണിക്കുന്നത് അതിൽ പെട്ടുപോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താണ്? ഞാൻ തടവറയിൽ പോയിക്കൊള്ളാം, അതാണ് എനിക്കിഷ്ടം. യൂസുഫ് അലൈഹി സ്വലാം തെരഞ്ഞെടുത്ത് എന്താണ്? ജയിലറയിൽ പോവുക എന്നുള്ളതാണ്. എത്ര വിരോധാഭാസമാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നത് കാണാം. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം ഈ തിന്മ ചെയ്തില്ലെങ്കിൽ തടവറയിൽ പോകും എന്നാണ് പേടിപ്പിക്കുന്നത്. യൂസുഫ് അലൈഹിസ്സലാം ചെയ്തു, തിന്മ ചെയ്യാതെ തടവറയിൽ പോകാൻ തെരഞ്ഞെടുത്തു. വേറെ ചില ആളുകൾ അവർ എന്ത് ചെയ്യുന്നു? ഈ തിന്മ ചെയ്തുകൊണ്ട്, തിന്മ ചെയ്താൽ പിടിക്കപ്പെട്ടാൽ നിർബന്ധപൂർവം ചില ആളുകളെ എന്ത് ചെയ്യും? ഖഹർ എന്ന നിലയില് ബലാത്സംഗം പോലുള്ള കാര്യങ്ങൾ ചെയ്യും. പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? തടവറയിൽ പോകുമെന്നറിയാം. അപ്പൊ ഈ തിന്മയും ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? പിടിക്കപ്പെട്ടാൽ തടവറ കിട്ടുമെന്നറിയാം, അതും തിരഞ്ഞെടുക്കുന്നു. അത്ര വിരോധാഭാസമാണ്. നോക്കാം, യൂസുഫ് അലൈഹിസ്സലാം ഈ തിന്മയിലേക്ക് ക്ഷണിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു? തിന്മയെ വിട്ടിട്ട് തടവറ തിരഞ്ഞെടുക്കുകയാണ്. വഅലിമ അന്നഹു ലാ യുതീഖു, അതാണ് പ്രധാനം. യൂസുഫ് അലൈഹിസ്സലാമിന് രക്ഷ കിട്ടിയതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വഅലിമ അന്നഹു ലാ യുതീഖു സർഫ ദാലിക അൻ നഫ്സി, നല്ല ബോധ്യമുണ്ടായി യൂസുഫ് അലൈഹിസ്സലാമിന്. ഈ തിന്മയിൽ നിന്ന് എന്നെ തെറ്റിച്ച് കളയാൻ സാധ്യമേയല്ല, തന്റെ നഫ്സിൽ നിന്ന് ഇത് തട്ടിക്കളയാൻ, ഇതിനെ തിരിച്ചു കളയാൻ സാധ്യമേയല്ല, അദ്ദേഹത്തിന് സാധ്യമല്ല. പിന്നെയോ വഅന്ന റബ്ബഹു തആല ഇൻ ലം യഅസിംഹു വയസ്രിഫ് അൻഹു കൈദഹുൻ, തന്റെ റബ്ബ് അദ്ദേഹത്തെ സംരക്ഷിച്ചില്ല എങ്കിൽ, തന്റെ റബ്ബ് അവരുടെ കുതന്ത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ചുവിട്ടിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? ഇതിൽ രക്ഷപ്പെടുകയില്ല എന്നുള്ള ബോധം ആർക്കുണ്ടായി? യൂസുഫ് അലൈഹിസ്സലാമിനുണ്ടായി. സ്വബാ ഇലൈഹിന്ന ബിതബഇ, അപ്പോ എന്ത് ചെയ്യും? അങ്ങനെ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പ്രകൃതിയാലുള്ള സ്വഭാവം കൊണ്ട് എന്ത് ചെയ്യും? അവരിലേക്ക് ചാഞ്ഞു പോയേക്കാം എന്ന ബോധ്യം ആർക്കുണ്ടായി? യൂസുഫ് അലൈഹിസ്സലാമിനുണ്ടായി. വകാന മിനൽ ജാഹിലീൻ, അങ്ങനെ അവിവേകികളിൽ പെട്ടുപോയേക്കാം. വഹാദാ മിൻ കമാലി മഅരിഫതിഹി ബിറബ്ബിഹി വബിനഫ്സി, ഇത് യൂസുഫ് അലൈഹിസ്സലാമിന് തന്റെ റബ്ബിനോടുള്ളതായ അങ്ങേയറ്റത്തെ മാരിഫത്ത്, അറിവ്, ആ ബോധമാണ്. അതേപോലെ തന്നെ തന്റെ നഫ്സിന്റെ ദുർബലതയെ കുറിച്ചുള്ള ബോധം. ഇത് ആണ് അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യാൻ, മടങ്ങാനും സഹായം ചോദിക്കാനും കാരണമായി തീർന്നത്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത്, ഈ ഭാഗം വിശദീകരിക്കുന്നിടത്ത് ഷേഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ പറയുന്നുണ്ട്, 7 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് യൂസുഫ് അലൈഹിസ്സലാം ഈ പറയുന്ന പ്രേരകങ്ങളെല്ലാം നിലനിന്നിട്ടും എങ്ങനെ രക്ഷപ്പെട്ടു ഈ ഫിത്നയിൽ നിന്ന്? അതിന് ഷേഖ് അവറുകൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം അൽ ഇസ്തിആദതു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അഭയം ചോദിച്ചു എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഈ സംഭവം, ഈ സ്ത്രീ വാതിലടച്ചുകൊണ്ട് ഖാലത് ഹൈതലക് എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ പറയുന്ന ഒന്നാമത്തെ വാക്യം എന്താണ്? ഖാല മഅദല്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ എന്ത് ചെയ്യുന്നു? അഭയം ചോദിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാരണം. അദ്ദേഹത്തിന് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അള്ളാഹുവിൽ അഭയം ചോദിച്ചു. തന്റെ ദുർബലത തിരിച്ചറിഞ്ഞു. താൻ ബലഹീനനാണ്, അപകടത്തിൽപ്പെട്ടു പോയേക്കാം, എന്റെ റബ്ബ് എന്നെ സംരക്ഷിച്ചാലേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. ഈ ബോധം യൂസുഫ് അലൈഹിസ്സലാമിന് ഒന്നാമതായിട്ടുണ്ടായത് എന്താണ്? അള്ളാഹുവിലേക്ക് രക്ഷ ചോദിക്കാനുള്ള. അപ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും തിന്മകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണോ, ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? രക്ഷ അള്ളാഹുവിലേക്ക് ചോദിക്കലാണ്. അള്ളാഹുവിനെ ഒരാളെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഈ വശർരി ബസരി, അള്ളാഹുവേ എൻ്റെ കേൾവിയുടെ, കണ്ണിന്റെ, കാഴ്ചയുടെ ഷർറിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണം, നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുകയാണ്. വശർരി ലിസാനി, എൻ്റെ നാവിന്റെ ഷർറിനെ തൊട്ട്. വശർരി ഖൽബി, എൻ്റെ ഹൃദയത്തിന്റെ ഷർറിനെ തൊട്ട്. വശർരി മനിയി, എൻ്റെ ശുക്ലത്തിന്റെ, എൻ്റെ ബീജത്തിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ രക്ഷ ചോദിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിനാണ് ഒരു മനുഷ്യൻ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചു കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഈ കാലത്ത് വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. എവിടെയും തിന്മകൾ വ്യാപിച്ചിരിക്കുകയാണ്. അതിൽ രക്ഷപ്പെടാൻ ബോധപൂർവം അള്ളാഹുവിനോട് എന്ത് ചെയ്യേണ്ടതുണ്ട്? രക്ഷ ചോദിക്കേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ശൈഖ് അവറുകൾ പറയുന്നത് കാണാം, അൻ യസ്തഹ്ദിറ അന്ന ഹാദിഹിൽ ഫിഅല ദുൽമുൻ, ഇതാണ് ഈ ഒരു പ്രവൃത്തി അത് ദുൽമാണ്, അക്രമമാണ് എന്നെന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഇത് അള്ളാഹു മനുഷ്യന് പഠിപ്പിച്ചിരിക്കുന്ന കാര്യമല്ല. ഇത് ഹലാലായ മാർഗത്തിലൂടെയാണ് ഒരാൾ എന്ത് ചെയ്യേണ്ടത്? നിർവഹിക്കേണ്ടത്. ഹലാലായ മാർഗത്തിലൂടെയാണ്
അവന്റെ സ്നേഹം അവൻ പ്രകടിപ്പിക്കുന്നത് എങ്കിൽ അത് സ്തുത്യർഹമായ കാര്യമാണ്, മഹ്മൂദായ കാര്യമാണ്, മംദൂഹായ കാര്യമാണ്. എന്നാൽ നിഷിദ്ധത്തിലൂടെയാണ് എങ്കിൽ അത് അക്രമമാണ്. അള്ളാഹു വച്ചിരിക്കുന്നത് എന്താണ്? ക്രമപ്രകാരമാണ്. ഈ അവന്റെ വികാരങ്ങൾ തീർക്കാനുള്ള മാർഗങ്ങൾ ക്രമപ്രകാരം അള്ളാഹു വെച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ ലംഘിക്കുക എന്നുള്ള അക്രമമായ കാര്യമാണ്. അതുകൊണ്ടാണ് ആയത്തിൽ അവിടെ പറയുന്നത് കാണാം, ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, നിശ്ചയമായും ളാലിമീങ്ങൾ എന്ത് ചെയ്യൂല, വിജയിക്കുകയില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ആയത്തിൽ യൂസുഫ് അലൈഹിസ്സലാം സൂചിപ്പിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ. അപ്പൊ ഇത് ദുൽമാണ്, അക്രമമാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് എന്ത് ചെയ്തു, എനിക്ക് എന്നെ വ്യഭിചരിക്കാൻ അനുവദിക്കണം എന്ന് ചോദിച്ചു. പറഞ്ഞു, ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു. മറ്റുള്ള സഹാബികൾ ഓടിയെടുത്തു അദ്ദേഹത്തെ ആക്രമിക്കാൻ. എന്ത് ചോദ്യമാണ് ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അടുത്ത് നിർത്തി എന്നിട്ട് ചോദിച്ചു, നിന്റെ ഉമ്മ വ്യഭിചരിക്കുന്നത് നിനക്ക് തൃപ്തിയാണോ? നിന്റെ മകൾ, നിന്റെ ഭാര്യ, നിന്റെ അമ്മ, നിന്റെ ഖാലത്ത്, ഇവര് വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? നിനക്ക് തൃപ്തിയാണോ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. എങ്ങനെ തൃപ്തിപ്പെടും? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽമാണ്, അക്രമമാണെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ നീ ആരോടെങ്കിലും വ്യഭിചരിച്ചാൽ ഇതേപോലെ അക്രമമാണ് നീ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണത് എന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്തു, ബോധ്യം. അപ്പൊ ഇതൊരു അക്രമമാണ് എന്ന് അവന്റെ മനസ്സിൽ എന്ത് ചെയ്യണം, ബോധമുണ്ടാകണം. ഈ അക്രമകാരികൾ എന്ത് ചെയ്യില്ല, രക്ഷപ്പെടുകയില്ല എന്നുള്ള ബോധം ഹൃദയത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം തഖ്വിയത്തുൽ ഈമാനി വ തജ്ദീദു, ഈമാൻ ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കലാണ്. ഈമാനിന് ദുർബലതയുണ്ടാകും, അത് ശക്തിപ്പെടുകയും ചെയ്യും. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഈമാൻ ഒരേ പൊസിഷനിൽ നിൽക്കുന്നതല്ല. അഹ്ലുസുന്നയിൽ നിന്ന് തെറ്റിയ പല കക്ഷികളുടെയും ധാരണ അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു തിന്മ ചെയ്താൽ എന്ത് ചെയ്തു, വൻപാപമാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയുന്ന ആളുകൾ അങ്ങനെയല്ല. തിന്മ ചെയ്യുമ്പോൾ അവന്റെ എന്ത് ചെയ്യും, ഈമാനിന് കുറവ് സംഭവിക്കും. നന്മയാണ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈമാന് വർധനമുണ്ടാകും. അതുകൊണ്ട് നന്മകൾ അധികം ചെയ്യാൻ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് പല നന്മകളുടെ കാര്യത്തിൽ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. രോഗികളെ സന്ദർശിക്കുക ഈമാൻ വർദ്ധിക്കാനുള്ള കാര്യമാണ്. എത്രയോ പ്രതിഫലമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത്. രോഗിയെ സന്ദർശിക്കുമ്പോൾ അവന്റെ ഈമാൻ എന്ത് ചെയ്യും, വർധനമുണ്ടാവും. അദ്ദേഹത്തിന് എണിച്ച് നടക്കാൻ സാധിക്കുന്നില്ല, ശരിയായി നമസ്കരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അള്ളാഹു എനിക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, എനിക്കും രോഗം ബാധിക്കാം, അതിനു മുമ്പ് ഇബാദത്തുകൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ബോധം. ഒരു മയ്യത്തിനെ പരിപാലിക്കുന്നു, ഒരു മയ്യത്തിനെ കുളിപ്പിക്കുന്നു. ഒരാളുടെ ഈമാൻ നല്ല രീതിയിൽ വർദ്ധിക്കാനുള്ള കാരണമാണ്. മയ്യത്തിനെ കുളിപ്പിക്കുക, അല്ലെങ്കിൽ ഖബർ വെട്ടുക, അല്ലെങ്കിൽ ജനാസയിൽ പങ്കെടുക്കുക, ഇത് ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ്, നന്മയിൽ മുൻകടക്കുന്നവനായി തീർന്നത് ഇങ്ങനെയാണ്. ദിനേന എന്ത് ചെയ്യും, രോഗികളെ സന്ദർശിക്കും, ജനാസയിൽ പങ്കെടുക്കും. അതേപോലെ തന്നെ നന്മകൾ അധികമായി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈമാൻ വർധനമുണ്ടാവും. അപ്പോൾ ഈമാനിനെ പുതുക്കാനുള്ള മാർഗങ്ങൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഈ സംഭവത്തിൽ അത് പറയുന്നത്? അള്ളാഹു പറയുന്നത് കാണാം, വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ. ഈ സ്ത്രീ യൂസുഫ് അലൈഹിസ്സലാമിനെ പ്രാപിക്കാൻ എന്ത് ചെയ്തു, ആഗ്രഹിച്ചു. വഹമ്മ ബിഹാ, യൂസുഫ് അലൈഹിസ്സലാമിന് ഒരു ചായ്വ് എന്ത് ചെയ്തു, വന്നു. ലൗല അൻ റഅ ബുർഹാന റബ്ബി, തന്റെ റബ്ബിന്റെ ബുർഹാൻ യൂസുഫ് അലൈഹിസ്സലാം കണ്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ, പെട്ടുപോയനെ. അവിടെ എന്താണ് റബ്ബിന്റെ ബുർഹാൻ? ധാരാളം ഉലമാക്കൾ അവിടെ അതിന് വ്യാഖ്യാനിച്ചത് എന്താണ്, യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഈമാനും ഇൽമുമായിരുന്നു, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല ബോധ്യമായിരുന്നു, അള്ളാഹുവിന്റെ അസ്മാകളെ സംബന്ധിച്ച സിഫാത്തുകളെ കുറിച്ച നല്ല ഇൽമും ബോധ്യവും ഈമാനുമായിരുന്നു എന്ത് ചെയ്ത് ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്ന് ആ ആയത്തിനെ വിശദീകരിക്കുന്ന ഉലമാക്കൾ പറയുന്നത് കാണാം. അപ്പൊ ഈമാൻ പുതുക്കാനുള്ള മാർഗങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുക. ഈമാൻ കുറഞ്ഞു പോകുന്ന ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകരുത്. അതെന്ത് ചെയ്യും, മനുഷ്യനെ തിന്മയിലേക്ക് പതിയെ കൊണ്ടുപോകും. തിന്മകൾ ചെയ്യുന്ന ആളുകളുമായിട്ടാണ് നമ്മുടെ സഹവാസം, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, തിന്മകളിലേക്ക് പോകും. അല്ലെങ്കിൽ ഒരാൾ സംഗീതം കേൾക്കുന്നു, അത് ഇതുപോലുള്ള തിന്മകളിലേക്ക് നയിക്കുന്ന കാര്യമാണ്. ഈമാൻ അവന്റെ മനസ്സിൽ നിന്ന് കുറഞ്ഞു പോകും, തിന്മയിലേക്ക് എന്ത് ചെയ്യും, അവൻ എത്തിക്കുന്ന കാര്യമാണ്. നാലാമത്തെ കാര്യം തഹ്ഖീഖുൽ ഇഖ്ലാസ്, ഇഖ്ലാസിനെ യാഥാർത്ഥ്യവൽക്കരിക്കലാണ്. യൂസുഫ് അലൈഹിസ്സലാമയോട് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു, ഇഖ്ലാസ് ആയിരുന്നു. അദ്ദേഹം ഇഖ്ലാസ് ഉള്ളയാളായിരുന്നു, നല്ല മുഖ്ലിസായിരുന്നു. ഏത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാകരുത്. അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് സ്വർഗം ലഭിക്കണം, അള്ളാഹുവിന്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത്, നരകത്തിൽ ഞാൻ പെട്ടുപോകരുത്, മറ്റുള്ള ഏതെങ്കിലും
നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഇബാദാത്തുകൾ അർപ്പിക്കുന്നത്. ഇങ്ങനെ നല്ല ഇഖ്ലാസ് ബോധം ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതവനെ രക്ഷപ്പെടുത്തും. അള്ളാഹു പറയുന്നത് കാണുക ഈ വിഷയത്തിൽ, കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ഷ, അങ്ങനെ അപ്രകാരം മോശപ്പെട്ട നീചവൃത്തിയിൽ നിന്ന് നാം അദ്ദേഹത്തെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട്. കാരണം ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അദ്ദേഹം നമ്മുടെ മുഖ്ലസീങ്ങളായ അടിമകളിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ നല്ല ഇഖ്ലാസ് ഉള്ള ആളായിരുന്നു ആര്? യൂസുഫ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ഇഖ്ലാസ് അദ്ദേഹത്തെ എന്ത് ചെയ്തു? തിന്മയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്താൻ കാരണമായി എന്ന് ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം അൽ ഫിറാറു മിനൽ ഫിതൻ, ഫിത്നകളിൽ നിന്ന് ഓടിയകലുക എന്നുള്ളതാണ്. യൂസുഫ് അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ മറ്റൊരു കാര്യം അതാണ്. ഫിത്ന ഉണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കുക, പറയുക, അതിലേക്ക് അടുക്കുക, ഇത് പാടില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഫിത്ന ധാരാളമാണെന്ന്, എല്ലാ തരത്തിലുള്ള ഫിത്നയും ഇന്നുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. ഈ ഷഹവാത്തുകളുടെ ഫിത്നയുണ്ട്, ഹറാമുകൾ എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശുബ്ഹാത്തുകളുടെ ഫിത്നയുണ്ട്. ഒരു ഫിത്നയിലും അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഫിത്നയുണ്ടോ, അത് അവർ തമ്മിലായിക്കോട്ടെ, ഞാൻ അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഭാഗവക്കാകുന്നില്ല, ഞാൻ അതിന് ചെവി കൊടുക്കുന്നില്ല, എനിക്കത് അറിയേണ്ട കാര്യമില്ല. ചില ധാരണയുണ്ട് ആളുകൾക്ക്, സമൂഹത്തിൽ എന്ത് നടന്നാലും ഞാൻ അറിഞ്ഞിരിക്കണം, അത് ശരിയായ നടപടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫിത്ന വ്യാപിക്കും ഒരാൾ അവന്റെ വീട്ടിലിരിക്കലാണെന്ത്, എഴുന്നേറ്റ് നിൽക്കുന്നവനേക്കാളും ഖൈറ് ഇരിക്കുന്നവനാണ്, പുറത്തിറങ്ങുന്നവനേക്കാളും നല്ലത് അവിടെ വെറുതെ നിൽക്കുന്നവനാണ്. അപ്പോൾ ഫിത്ന ഉണ്ട് എങ്കിൽ അതിൽ പരമാവധി അകലം പാലിക്കുക. ഒരു ഫിത്ന നടന്നോ, എനിക്കത് അറിയേണ്ട കാര്യമില്ല, ഞാനുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഞാൻ എന്തിനാണ് അറിയണത്? ഈ ഒരു നിലപാട് വിശ്വാസം സ്വീകരിക്കണം. ഫിത്നയിൽ നിന്ന് ഓടി അകലാനാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് കാരണം? യൂസുഫ് അലൈഹിസ്സലാമിനെ വാതിലടച്ചുകൊണ്ട് ആര് ക്ഷണിച്ചു? സ്ത്രീ ക്ഷണിച്ചു. വസ്തബഖാ അൽബാബ്, രണ്ടാളും കൂടിയിട്ട് എന്ത് ചെയ്തു? യൂസുഫ് അലൈഹിസ്സലാം ഡോറിന്റെ നേരെ ഓടി മത്സരിച്ച്, ഈ സ്ത്രീയും പുറകെ ഓടി. അങ്ങനെയാണ് പിന്നിൽ എന്ത് ചെയ്യുമ്പോൾ വസ്ത്രത്തിൽ പിടിക്കുമ്പോൾ കയറുന്നത്, അങ്ങനെയാണ്. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം ഫിത്നയാണെന്ന് മനസ്സിലായി, ഇപ്പം എന്ത് ചെയ്തില്ല, അവിടെ നിന്നില്ല, ഓടിയകന്നു. അപ്പൊ ഈ ഫിത്നയിൽ നിന്ന് ഓടിയകലുക എന്നുള്ളത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് എന്തുണ്ടാവും? രക്ഷയുണ്ടാവും. അതല്ല, ഫിത്നയിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരും എന്ത് ചെയ്യും? ആ ഫിത്നയിൽ അകപ്പെടും എന്നതാണ്. ആറാമത്തെ കാര്യം അൽ ഇസ്തിഅസാം. ഇസ്തിഅസാം എന്ന് പറഞ്ഞാൽ വഖുവത്തുൻ നഫ്സി വൽ അഖ്ദി ബി അസ്ബാബി നജാതിഹ മിന ശർരി വൽ ഫിത്ന, മനസ്സിന്റെ ദൃഢത, ശക്തിയാണ്. വൽ അഖ്ദി ബി അസ്ബാബി നജാതിഹ മിന ശർരി വൽ ഫിത്ന, ഫിത്നകളിൽ നിന്നും ഷർറുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ളതായ മാർഗങ്ങൾ സ്വീകരിക്കലുമാണ്. അപ്പോൾ ആറാമത് ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യം ഇസ്തിഅസാമാണ്. ഇസ്തിഅസാം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ശക്തിയാണ്. അതായത് മനസ്സ്, ശരീരം, ഒരാൾ ഒരു അപകടത്തിൽപ്പെടുക, ഫിത്നയിൽ അകപ്പെടുകയാണ്. അപ്പോൾ അതിൽ പെടാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു ദൃഢമായ തീരുമാനമുണ്ടല്ലോ, അതിനാണ് ഇസ്തിഅസാം എന്ന് പറയുന്നത്. ഇത് യൂസുഫ് അലൈഹിസ്സലാം ചെയ്തു. ഖുർആൻ പറയുന്നത് കാണാം, വലഖദ് റാവദത്തുഹു അൻ നഫ്സി, ഈ സ്ത്രീ എന്ത് ചെയ്തു? യൂസുഫ് അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ എന്ത് ചെയ്തു? ശ്രമിച്ചു. ഫസ്തഅസം, അപ്പൊ തന്നെ യൂസുഫ് അലൈഹിസ്സലാം എന്ത് ചെയ്തു? അതിന് വിലങ്ങി, അതിനെ എതിർത്തു, തടസ്സവാദം ഉന്നയിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു തിന്മയിലേക്ക് തന്നെ ക്ഷണിക്കുമ്പോൾ ഇല്ല, ഞാൻ അതിനില്ല എന്ന് പറയാനുള്ള ദൃഢത, ഖുവത്ത്, മനസ്സിന്റെ ശേഷി, അതാണ് ഇസ്തിഅസാം. അത് യൂസുഫ് അലൈഹിസ്സലാം കാണിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചത്. ഏഴാമത്തെ കാര്യം അദ്ദുആ. യൂസുഫ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് എന്ത് ചെയ്തു? ദുആ ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, അവൻ്റെ മുന്നും പിന്നും വലതും ഇടതും എല്ലായിടത്തും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകാനുള്ള പ്രാർത്ഥനകൾ, ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനകൾ പതിവാക്കേണ്ടതുണ്ട്. മനസ്സറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹു എന്നെ ഫിത്നയിൽ അകപ്പെടുത്തരുതേ എന്ന് അള്ളാഹുവിനോട് പറയുകയാണ്. അള്ളാഹുവാണ് ഒരാളുടെ ഹൃദയത്തെ എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. അവനെ ആരെങ്കിലും അപകടത്തിൽപ്പെടുത്താൻ പോകുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തെയും കൈകാര്യം ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് രംഗത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ അവനെ കൈവിടുമോ? കാഫിരീങ്ങൾ, കുഫാറുകൾ, മുശ്രിക്കീങ്ങൾ
അപകടത്തിൽപ്പെടുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. ജാഹിലിയ കാലത്ത് അവരെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കപ്പലിൽ മുശ്രിക്കീങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് മുങ്ങിപ്പോകുമെന്ന് കണ്ടാൽ എന്ത് ചെയ്യും? ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ ഇഖ്ലാസോടെ അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി എന്ന് അള്ളാഹു പറഞ്ഞു. അങ്ങനെ അള്ളാഹു എന്ത് ചെയ്തു? അവർ രക്ഷപ്പെടുത്തി. അപ്പൊ കുഫാറുകൾ വരെയും അള്ളാഹുവിനോട് ഇഖ്ലാസോടെ ദുആ ചെയ്ത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വിശ്വാസി അള്ളാഹുവിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു, ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ആരെങ്കിലും വഴിതെറ്റിക്കുന്നതിനെ തൊട്ട്, എന്നെ ആരെങ്കിലും വഴിതെറ്റിക്കുന്നതിനെ തൊട്ട്, അബദ്ധത്തിൽ ഞാൻ ആർക്കെങ്കിലും വഴിപിഴവ് ഉണ്ടാക്കുന്നതിനെ തൊട്ട്, എന്നെ അബദ്ധത്തിൽ ആരെങ്കിലും വഴിതെറ്റിക്കുന്നതിനെ തൊട്ട്, അതേപോലെ തന്നെ എന്നോട് ആരെങ്കിലും അവിവേകം കാണിക്കുന്നതിനെ തൊട്ട്, ഞാൻ ആരോടെങ്കിലും അവിവേകം കാണിക്കുന്നതിനെ തൊട്ട്, എന്നെ ആരെങ്കിലും ആക്രമിക്കുന്നതിനെ തൊട്ട്, ഞാൻ ആരെങ്കിലും ആക്രമിക്കുന്നതിനെ തൊട്ട് അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. അപ്പൊ ഇത് പറഞ്ഞിട്ട് അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് ഒരാൾ പുറത്തേക്ക് ഇറങ്ങാം, അപ്പൊ അവൻ ഫിത്ന ഉണ്ടാവുകയില്ല. ഫിത്നയിൽ അള്ളാഹു അവൻ രക്ഷപ്പെടുത്തും. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം അത് തന്നെയാണ് പറഞ്ഞത്, ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലൈ. അള്ളാഹുവേ, സിജ്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ തടവറയിൽ കിടന്നുകൊള്ളാം, ഞാൻ ജയിലിൽ പോയി കൊള്ളാം, അതാണ് എനിക്ക് ഏറ്റവും. മിമ്മാ യദ്ഊനനി ഇലൈ, അവരെന്നെ ഏതൊന്നിലേക്കാണോ ക്ഷണിക്കുന്നത് അതിനേക്കാൾ എനിക്കിഷ്ടം ഞാൻ ഏകാന്തവാസത്തിലായിട്ട് ജയിലിൽ കിടന്നോളാം. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിൻ, അള്ളാഹു നീ എന്നെ ഈ അവരുടെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഞാനും അവരിലേക്ക് ചാഞ്ഞു പോയേക്കാം. വഅകും മിനൽ ജാഹിലീൻ, ഞാൻ അവിവേകളിൽ പെട്ടുപോയേക്കാം. ഫസ്തജാബ ലഹു റബ്ബു, ഈ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു എന്ത് ചെയ്തു? ഉത്തരം നൽകി. ഈ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി. ഫസറഫ അൻഹു കൈദഹുൻ, ഈ സ്ത്രീകളുടെ ഫിത്നയിൽ നിന്ന്, അവരുടെ കൈദിൽ കുതന്ത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ യൂസുഫ് അലൈഹിസ്സലാമിനെ അള്ളാഹു തിരിച്ചുവിട്ടു. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അവനറിയാം എല്ലാവരുടെയും ഹൃദയത്തെ. നിഷ്കളങ്കമായി അള്ളാഹുവിനോടാരെങ്കിലും ചോദിച്ചോ, അള്ളാഹു രക്ഷപ്പെടുത്തും, അവന് മറുപടി നൽകും എന്ന് ആയത്തിൽ കാണാം. അപ്പൊ ഈ 7 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കഥ യൂസുഫ് അലൈഹിസ്സലാം ഇത്രയധികം വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് ഇവിടെ 13 പ്രേരകങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട് യൂസുഫ് അലൈഹിസ്സലാമിന് ആ തെറ്റിലകപ്പെട്ടു പോകാൻ. പക്ഷെ അതിനെല്ലാം എന്ത് ചെയ്തു? അതിജയിച്ചു. അതിനുള്ള കാരണം ഈ പറഞ്ഞ ഈ ആയത്തുകളിലൂടെ പറഞ്ഞിരിക്കുന്ന 7 കാര്യങ്ങളാണ് എന്ന് ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല ഇതിനെ വിശദീകരിക്കുന്നിടത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇമാം അവറുകൾ പറയുകയാണ്, വഫീ ഹാദിഹിൽ ഖിസ്സത്തി മിനൽ ഇബരി വൽ ഫവായിദ്, ഈ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഖിസ്സയിലുണ്ട് ഫവായിദുകളാൽ, നേട്ടങ്ങളാൽ, പ്രയോജനങ്ങളാൽ, ഗുണപാഠങ്ങളാൽ, വൽ ഹികമി, ഹിക്മത്തുകളാൽ, ജ്ഞാനങ്ങളാൽ, മാ യസീദു അലൽ അൽഫി ഫായിദ, 1000-ത്തേക്കാൾ അധികം ഫായിദകളുണ്ട്. ഈ ചരിത്രം യഥാവിധം വായിച്ചു കഴിഞ്ഞാൽ 1000-ത്തേക്കാൾ അധികം ഗുണപാഠങ്ങൾ ലഭിക്കും. ലഅല്ലനാ ഇൻ വഫഖല്ലാഹു അൻ നുഫ്രിദഹാ ഫി മുസന്നഫിൻ മുസ്തഖില്ലീൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്തേക്കാം, ഞാൻ ഒരു മുസ്തഖില്ലായ സ്വതന്ത്രമായ ഒരു രചനയിൽ ആ ഫായിദകൾ, ഗുണപാഠങ്ങൾ എന്ത് ചെയ്യാം, രേഖപ്പെടുത്താം, അതിനെ രചിക്കാം എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ പല ഗ്രന്ഥങ്ങളിലും 1000-ഓളം ഫായിദകൾ എന്ത് ചെയ്തിട്ടില്ല, രചിച്ചതായിട്ട് അറിയപ്പെട്ടിട്ടില്ല. എന്നാലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഈ ചരിത്രത്തിൻ്റെ ധാരാളം ഫായിദകൾ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വ്യത്യസ്ത ഗ്രന്ഥങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാമ സഅദി റഹിമഹുല്ലാ ഒരു സ്വതന്ത്ര കൃതി രചന എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫായിദകളെ കുറിച്ച്. അപ്പോൾ ഇത് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇതുപോലുള്ള ഫിത്നകളിൽ അകപ്പെടാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഖുർആൻ പരാമർശിച്ചിരിക്കുന്ന ഇതുപോലുള്ള തിന്മകളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഇതാണ്, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ളതായ ബന്ധം. മറ്റൊന്ന് ലൂത്ത് അലൈഹിസ്സലാമിന് സമൂഹത്തിന് ബാധിച്ചിരിക്കുന്നതായ പ്രശ്നമാണ്. അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി, പൊരുത്തത്തിലായി, ഫിത്നകളിൽ അകപ്പെട്ടു പോകാതെ ജീവിക്കാൻ അള്ളാഹു നാം എവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.